ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് മിനിറ്റുകൾ കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. ഇത് തയ്യാറാക്കുവാനായി വളരെ കുറച്ച് ചേരുവകൾ മാത്രമേ ആവശ്യമുള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സിമ്പിൾ റെസിപ്പിയും കൂടിയാണ് കേട്ടോ ഇത്. നമുക്ക് ചില ദിവസങ്ങളിലെല്ലാം മടി പിടിച്ചിരിക്കുന്ന ദിവസമുണ്ടല്ലോ, അന്നൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു സിമ്പിൾ റെസിപ്പിയാണ് ഇത്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത് തയ്യാറാക്കുവാനായി ഒരു മിക്സിയുടെ ജാറിലോട്ട് 2 കപ്പ് മൈദയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയുമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് തയ്യാറാക്കുവാനായി എത്രയാണോ നമ്മൾ പൊടിയെടുക്കുന്നത് അതേ കണക്കിന് തന്നെയാണ് വെള്ളവും ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ഇവിടെ 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു പാത്രത്തിലോട്ട് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിലോട്ട് 3 മുട്ടയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് പൊടി എടുത്തത് കൊണ്ടാണ് ഞാൻ 3 മുട്ട ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ പൊടിക്കനുസരിച്ച് വേണം ഇത് ചേർത്ത് കൊടുക്കാൻ. ഇതും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചുട്ടെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ ചൂടായ പാനിലോട്ട് ഒരു തവി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. എല്ലായിടത്തും മാവ് എത്തുന്ന രീതിയിൽ നല്ല രീതിയിൽ ഒന്ന് ചുറ്റിച്ചെടുക്കണം. ഇനി ഇത് നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന സമയത്തുണ്ടല്ലോ, പാന് നല്ലതുപോലെ ചൂടായി പോകരുത് കേട്ടോ. ഒരു മീഡിയം സൈസ് ചൂടായാൽ മതി. കൂടുതൽ അങ്ങ് ചൂടായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ദോശക്ക് ചെറിയ ചെറിയ ഹോളുകൾ വരും. അപ്പോൾ നമ്മൾ വിചാരിച്ച രീതിയിൽ ഇതങ്ങ് പൊങ്ങി കിട്ടുകയില്ല. കൂടുതൽ അങ്ങ് പൊള്ളിക്കുകയൊന്നും ഇല്ല കേട്ടോ. ഒരു മീഡിയം ലെവലിലേ പൊള്ളിക്കുകയുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ. വളരെ ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു സിമ്പിൾ റെസിപ്പിയാണ്. കൂടുതൽ അങ്ങ് പൊള്ളിച്ചില്ല എങ്കിലും ഇത് 2 ലെയറായി കിട്ടുന്ന രീതിയിൽ ചെറുതായിട്ടൊക്കെ പൊള്ളിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നല്ലതുപോലെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചട്ടിയിലൊന്ന് എണ്ണ തൂക്കി കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ എണ്ണയൊന്നും പുരട്ടി കൊടുക്കുന്നില്ല. ഇപ്പോൾ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്ത് എല്ലാതും ഞാൻ ഇതുപോലെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് മിനിറ്റുകൾ കൊണ്ട് വളരെ സിമ്പിളായി തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ ഇത്. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാതും ചുട്ടെടുക്കുന്നുണ്ട്. ഓവറങ്ങ് കട്ടിയിലാവരുത് കേട്ടോ. ദോശമാവിൻ്റെ അതേ രീതിയിൽ തന്നെ വേണം ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ. ഇപ്പോൾ ഇതിന് ചെറുതായിട്ടൊക്കെ ഹോളുകൾ വന്നിട്ടുണ്ട്. ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എന്നാലേ നമുക്ക് ആ കറക്റ്റ് പരുവത്തിന് കിട്ടുകയുള്ളൂ. ഇത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടി ഞാനൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ച് ഉണ്ടാക്കിയെടുത്തതാണ്. ഇപ്പോൾ ഞാൻ എല്ലാതും ചുട്ടെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് പ്രത്യേകിച്ചൊരു കറിയുടെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ കഴിക്കാൻ തന്നെ വളരെ ടേസ്റ്റാണ്. ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഇത് ചെറുതായിട്ടൊന്ന് നല്ല ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. നിങ്ങളിത് തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് പഞ്ചസാര ചേർക്കുവാൻ വിട്ടു പോകരുത് കേട്ടോ. എന്നാലേ നമുക്ക് ആ കറക്റ്റ് പരുവത്തിന് ഇത് കിട്ടുകയുള്ളൂ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ലൊരു സിമ്പിൾ റെസിപ്പിയാണ്. ഇത് ഗോതമ്പ് പൊടി കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ സിമ്പിൾ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം.